ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി കുറച്ച് കാർഡ്സ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ എന്നത്തെയും പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 14 എന്ന് പറയുമ്പോൾ പൗർണമിയാണ്, ഫുൾ മൂൺ എനർജിയാണ് വരാൻ പോകുന്നത്. അതിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ ചെയ്തത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. എത്ര പേര് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ടുണ്ട്? ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് യൂണിവേഴ്സ് പറയുന്നു, ആദ്യത്തെ ദിവസം 14 ദിവസത്തിലെ ആദ്യത്തെ ദിവസം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാനായിട്ട് നമ്മളിലുള്ള വേദനകളും മുറിവുകളെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് കളയണം. ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്ത് കളയാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. രണ്ടാമത്തെ ദിവസം നമുക്ക് വേറെ കാർഡാണ് കിട്ടുക. അപ്പോൾ അതിലെന്താണ് യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു റീല് പോലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാം. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻഡക്കിൾ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഹെൽത്തിനെ യൂണിവേഴ്സ് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. കുറച്ച് പേർക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഒത്തിരി ചിന്തിച്ചിട്ടാവണം. ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ വരുമ്പോൾ ചിന്തിക്കല്ലാതെ വേറെ എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അത്രമേൽ വേദനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. യൂണിവേഴ്സ് അതിനുള്ള പ്രതിവിധി ചെയ്തു തരുമെന്ന് പറയുന്നു. ഈ ഡോറിനുള്ളിൽ അടച്ചിട്ടിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം. നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. പോസിറ്റീവായിട്ട് തിങ്കിങ്ങോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നമ്മൾക്കൊരു വേദന വരുമ്പോൾ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളെ വിഷമിച്ചിരിക്കാതെ, നെഗറ്റീവായിട്ട് ചിന്തകൾ വരാതെ, എനിക്ക് മാത്രമാണോ ഈ ദുരിതമെന്ന് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായി തന്നെയാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്. 6 ഓഫ് സ്വാർഡ്സ് കാർഡാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നെന്ന് പറയുന്നു. ഒരു പരിവർത്തനമാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഒരു ട്രാവലിങ്ങിന് ഒരുങ്ങുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്ങനെയുള്ള യാത്ര ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തി ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കരിയർ ആയിരിക്കണം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു കൈസഹായം വരുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യാം. എന്തായാലും യാത്രയാണ് കാണിക്കുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കാണിക്കുന്നത്. കരിയറുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ആ ഒരു യാത്രയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് ഒരു യാത്ര ഒരുങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കുള്ള മാറ്റമാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള പുരോഗതിയെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് കപ്സ് കാർഡാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ, കരിയർ, നിങ്ങളുമായി സാമ്പത്തിക ഇടപാടുകളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. എങ്കിലും ഇവിടെ കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ വലത് കൈയിൽ സ്നേഹം കൈമാറുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ ബാക്കി 3 കപ്സ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കരിയർ, നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സ്ട്രഗിൾ, അതെല്ലാം
എല്ലാം ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത്രമേലെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് സ്വാർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും ക്വിക്കായിട്ട് സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കുറേ പേർക്കൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക. എന്നാൽ കുറച്ച് പേർക്ക് നിങ്ങളോട് പറയാതെ പോയ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 9 ഓഫ് സ്വാർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും സൈലൻ്റായി ക്വിക്കായിട്ട് നിങ്ങളിൽ നിന്നും ചീറ്റ് ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സൺ ഇത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് കരയാന്ന് പറയുമ്പോൾ, വേദനിക്കാന്ന് പറയുമ്പോൾ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് അവർ ഒത്തിരി വേദനിക്കുന്നത്. നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഭയം അവർക്കുണ്ട്. അവർ യൂണിവേഴ്സിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ അത്രമേൽ ദുഃഖിച്ചിരിക്കുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി, അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ മജീഷ്യനാണ് കാണിക്കുന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ കൊണ്ട് മായാജലം തീർക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കഴിവുണ്ടെന്ന് പറയുന്നു. അവർ ചെയ്യുന്ന ഏത് മേഖലയുമായിക്കോട്ടെ ആ ഒരു മേഖലയിൽ, ആ ഒരു കരിയറിൽ അവർ മിടുക്കനാണെന്ന് പറയുന്നു. അത്രമേൽ ജ്ഞാനമുള്ളൊരു പേഴ്സണാണെന്ന് പറയുന്നു. ഒത്തിരി പേർക്ക് ആശ്വാസമാകുന്ന ഒരു പേഴ്സണാണെന്ന് പറയുന്നു. ആ ഒരു വ്യക്തി ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് പറയുന്നു. അവർ ചെയ്യുന്ന കരിയറിൽ അവർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ മജീഷ്യൻ കാർഡ് ഒരു കാര്യം കൂടി മീൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി, ആഗ്രഹം സഫലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയെയും ഈ കാർഡ്സ് മീൻ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് കാർഡാണ് അടുത്തത് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് നോക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹമാണ് അവരുടെ ഹൃദയത്തിനുള്ളിൽ കാണിക്കുന്നത്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. അവർ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലേക്ക് വരാതെ പിന്നെ എവിടേക്ക് പോകാനാണ്? നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. അത്രമേൽ സ്നേഹം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ സന്തോഷിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് വളരെ കുറച്ച് നാളുകൾ കൂടിയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. സന്തോഷത്തിൻ്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഹാർമണിയാണ് കാണിക്കുന്നത്. സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ 3 ഓഫ് പെൻറ്റക്കിളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ അറിവുജ്ഞാനമുള്ളൊരു പേഴ്സൺ ആണെന്ന് പറയുന്നു. ഒരു കാര്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനല്ല ആ വ്യക്തി താല്പര്യപ്പെടുന്നത്, ഒരു കൂട്ടമായി നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു ഫീൽഡായിരിക്കണം. അവരുടെ കരിയർ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കുറച്ച് പേര് ഒരുമിച്ച് കൂടി നിന്ന് ചെയ്യുന്ന ഒരു ഫീൽഡായിരിക്കണം. എല്ലാവരുടെ മുന്നിൽ നേതൃത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ലീഡറായിട്ട് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നാണ് ഈ കാർഡ്സ് എല്ലാം മീൻ ചെയ്യുന്നത്. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒത്തിരി വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന, റീതിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ്സിൽ കാണിക്കുന്നത്. അത്രമേൽ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഓറക്കൽ കാർഡ്സ് കൂടെ എടുക്കാം. ഇവിടെ ഓറക്കൽ കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓറക്കൽ കാർഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്ത് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഹീലാവാനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് അല്ലേ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ റിവീലാണ് കാണിക്കുന്നത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം നിങ്ങളിൽ നിന്ന് പോയത്, എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇനി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി
എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവരുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനായിട്ടാണ് അവരൊരുങ്ങുന്നത്. അവരുടെ ലൈഫ് എൻഡ് വരെ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഹോപ്പ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ് എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയായിട്ട് നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നു. അവരുടെ മനസ്സിനുള്ള നിങ്ങളുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ നിങ്ങളും ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം എങ്കിൽ ഒരു ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണുമുള്ള ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ തുറന്ന് കാണിക്കുന്നത്. ഹോപ്പ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. എന്നാൽ ഇവിടെ ആദ്യം കിട്ടിയത് കമ്മിറ്റ്മെന്റ് ആണ്. അവർ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങളോടൊത്തുള്ള ജീവിതത്തെ കുറിച്ചിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. അതിനുശേഷമാണ് ഹോപ്പ് കാണിക്കുന്നത്. അവർ കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പോകും കേട്ടോ. ഇനി ഒരു ടൈം കാർഡും കൂടെ നമുക്ക് നോക്കാം. എന്താണ് ടൈം കാർഡിൽ എത്ര ദിവസം കൊണ്ട് നിങ്ങളും അവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടൈം കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ടൈം കാർഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാർഡ് അപ് ടു 8 വീക്സ് എന്നാണ് കാണിക്കുന്നത്. 8 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയുള്ളതായിട്ടാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 29 ഡേയ്സ് എന്നാണ് പറയുന്നത്. 29 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ട്, കമ്മിറ്റ്മെന്റിന് സാധ്യതയുണ്ട്. ഈ വീഡിയോസ് എല്ലാം മീൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ്, കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മെസ്സേജ് വീഡിയോയ്ക്ക് താഴെയും പേഴ്സണലായിട്ടും അയക്കാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, കൂടുതൽ വീഡിയോസിലേക്ക് എന്നെ നയിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സ്വന്തം നിംസ്.